ഞാൻ ഒത്തിരി താമസിച്ച് അതുകൊണ്ട് പറഞ്ഞിരിക്കാൻ സമയമില്ല. വിപിൻ അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യുവാന്ന് പറഞ്ഞ്. അപ്പം ഞാൻ റെഡിയായി പോവാം. ഇനി ഇവിടുന്ന് നിന്ന് കഴിഞ്ഞാൽ നിൽക്കാനേ സമയം കിട്ടത്തുള്ളൂ. ഞാൻ കാർഡ് എടുത്തിട്ടുണ്ട്, കാര്യം ലിഫ്റ്റിൽ കയറണമെങ്കിൽ ഇത് വേണം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം ഇത് സെക്കൻഡ് പാർട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ടിനകത്ത് കൂടുതലും ഡേ ഇൻ മൈ ലൈഫാണ്, ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്താ ചെയ്തതെന്ന്. സെക്കൻഡ് പാർട്ടിനകത്ത് എന്തായിരുന്നു എൻ്റെ ബർത്ത്ഡേ എങ്ങനായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള വിശേഷങ്ങൾ ഇടാനാണ് ഈ ഒരു വീഡിയോ. ഇതാകുമ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും ബോറടിക്കത്തുമില്ല, എന്നാൽ അവർക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അതാ ചിലവർക്ക് ഡേ ഇൻ മൈ ലൈഫ് കാണാനായിരിക്കും ഇഷ്ടം, ചിലവർക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻ എങ്ങനെയാണെന്നായിരിക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇവൻ ഓൾറെഡി വെളിയിൽ വെയിറ്റ് ചെയ്യുവാണ്. എത്ര നേരമായിട്ട് വരാത്തേന്ന് മനസ്സിലായി. ഞാൻ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിക്കുന്ന ദിവസം കറക്റ്റായിട്ട് ഞാൻ ലേറ്റ് ആവും. എന്താ വേണമല്ലേ, എൻ്റെ മുഖമെല്ലാം കൊണ്ട് ചുമന്നിരിക്കുന്നു. എനിവേ കുഴപ്പമില്ല, നമ്മൾ ശരിയാവും. മിക്കവാറും ഇവനെല്ലാം ചെയ്തിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് ചെന്നാൽ മതിയായിരിക്കും. ഓക്കെ, ഞാൻ പോകുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഇത് ഞാൻ 4th ഫ്ലോറിലാണേ, പക്ഷെ ഞാൻ വന്ന വഴിയല്ല ഇതൊക്കെ ഇവൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. മീൻസ് ഇവൻറ്റിന് വേണ്ടി ഡിന്നർ അതൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലം. ഇവിടെയൊക്കെയാണ് ഇവൻറ്റ്സ് നടക്കുന്നത്. താഴെ ഒരു റൂമുണ്ട്, താഴെ സ്റ്റേജുണ്ട്. കണ്ട വെളിയിൽ ഇന്നലെ പെയ്ത മഞ്ഞ് ഇതുവരെ പോയിട്ടില്ല. ഇന്നലെ അല്ല, 3-4 ദിവസം മുമ്പ് പെയ്ത മഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റോം ഉണ്ടായിരുന്നു ഇവിടെ, അത് ഇതുവരെ പോയിട്ടില്ല. ഇവന് ഒത്തിരി നേരമായി വന്ന് വെയിറ്റ് ചെയ്ത് മിക്കാറുമായിരിക്കുന്നത് ഞാൻ കേൾക്കുമെന്ന് തോന്നുന്നു. അതാണ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവനങ്ങനെ ദേഷ്യപ്പെടുന്ന കൊടുത്തതൊന്നും അല്ല. പിന്നെ പ്രത്യേകിച്ച് ഇന്നലെ ബർത്ത്ഡേ, അതുകൊണ്ട് എന്നൊന്നും അതൊന്നും പറയത്തില്ല. എന്നൊന്നും പറയാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അയ്യോ എന്തെങ്കിലും പറയാനുണ്ടോ? കുറഞ്ഞോടല്ലോ ഇവനെ. അയ്യോ ക്ഷീണിച്ചു എന്തൊക്കെ ഞാൻ ഉണ്ടാക്കാണ്ട്. പോടാ കള്ള, നിന്റെ ചിരിയാണെന്ന് പറയാ. നീ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കാണ്ട്? ആരും എന്നെ വിളിച്ചത്? അവരെനിക്ക് 6 മണിന്ന് പറഞ്ഞുകൊണ്ട് 6:30 വരെ നിൽക്കുമായിരിക്കും. അയ്യോ ക്ഷീണിച്ച്. ഓക്കെ, ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ആരും ഇറങ്ങിയിട്ടില്ല. എല്ലാവരും 6 മണിക്ക് ഇറങ്ങാനായിട്ട് എന്നത്. 5:30 പറഞ്ഞാൽ മതിയായിരുന്നു അന്നേ. അതും ശരിയാ, അവരെല്ലാരും എത്തുമ്പോഴത്തേക്ക് ഓരോരുത്തരൊക്കെ 1 മണിക്കൂറൊക്കെ പോവുക. അങ്ങ് അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. രാത്രി വിടണ്ട, വീട്ടിൽ കിടത്തേക്കാം അല്ലേ? നീ ഇന്ന് പച്ചയായിട്ട് നിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എങ്ങോട്ടാമത്തെ പോകുന്നത്? വീട്ടിലാണോ അതോ എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടോ അതോ ഗിഫ്റ്റ് ഉണ്ടോ? എന്തൊക്കെയുണ്ട്? കേക്ക് ഉണ്ടോ മുത്തേ? ഞാൻ കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞോളൂ. എനിക്ക് വേണ്ട നിന്റെ കേക്ക്. നിന്റെ ബർത്ത്ഡേ അടുത്താ വരുന്നത്. അതല്ലേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല? അത് ഞാൻ ആലോചിച്ചോളൂ. നിനക്കേ ഈ 1 വയസ്സോടെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ സഹിക്കൂലല്ലേ? 1 വയസ്സ് കൂടുന്നതിന്റെ അല്ല മറ്റേ, നമ്മളിവിടെ ജനിച്ചതിന്റെ ഒരു ആഘോഷമാണ് അതൊക്കെ. വയസ്സ് പറയാതിരുന്നാ മതി, അപ്പൊ കൂടുന്നവരെ അറിയത്തില്ല. എനിക്ക് പക്ഷെ കൊച്ചിലെ ആയിരുന്ന സമയത്തെ നമുക്ക് മിഠായി കൊണ്ടുപോകുന്ന മാത്രമല്ല, നമുക്ക് പ്രായം അവരെക്കാട്ടി എന്നെ ചേട്ടാന്നൊക്കെ വിളിക്കുമല്ലോ എന്നുള്ള ഒരു നിനക്കുണ്ടായിരുന്നു. അതായത് എനിക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാരും കൊച്ചു വെച്ച് എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ ഒരു 22 കഴിയപ്പോഴത്തേക്ക് പിന്നെ കൊണ്ട് കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ വയസ്സ് കൂടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇല്ല, 19 ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. കാര്യം കോളേജിലെത്തി. കോളേജിൽ ആ ലൈഫ് അതും ഇതും ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരു ഇതിലായിരുന്നു. എനിക്ക് 19 വയസ്സ് തുടങ്ങി. പക്ഷെ കോളേജ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ്
എപ്പോഴാണ് മനസ്സിലായത് ഷോ ഇനിയിപ്പോ പ്രായം കൂടിയല്ലോ എന്ന്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നു വന്നോ. ചിലപ്പോ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുമായിരിക്കും ഇല്ലേ? ജോയ് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാം അടുത്തത് ബാക്കി. അയ്യോ ഇതെന്ത് ഇത്രയും ബലൂണൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ താഴോട്ട് പോവുക അവരെ പിക്ക് ചെയ്യാനായിട്ട്. എവിടെയാണോ എന്തോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ അവരെ, എന്നിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. मुझे हिंदी भी आ रहा मलयालम भी आ रहा है. ഇത് കരം എൻ്റെ കൂടെ പഠിക്കുന്നതാണ്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബാക്കി സബ് കബ് ആവുगी? എനിക്കിത് എഫക്റ്റ് ഇടാനോ അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യാനോ ഒന്നും തോന്നില്ലായിരുന്നു. കാര്യം ഇതൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഇവരെല്ലാവരും വന്നു എന്നൊക്കെ ഉള്ളൊരു ഫീല് വരുന്ന ഒരു വീഡിയോ, ഭയങ്കര റിയാലിറ്റി. അപ്പോൾ ഇനി ഒരു ദിവസം ഞാനിത് കാണുവാണെങ്കിൽ അതിനകത്ത് എഫക്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുമാതിരിയല്ലേ, ഇത് അതേ കണക്ക് തന്നെ ഓർത്തിരിക്കണം. പിന്നെ അവരെനിക്ക് നല്ലൊരു കേക്കൊക്കെ കൊണ്ടു തന്നിരുന്നു. कितना साइलेंट है, इतना साइलेंट. Happy birthday to you. Happy birthday to you. Happy birthday. बस मैं अपनी खींच रही हूँ, आपको वही तो मैं देख रहा था. Happy birthday. एक सेकंड. भैया ने रोक दिया. Where is the mom? कौन ब्राइड टू बी? Happy birthday to you. Happy birthday to you. Happy birthday dear Didi. Happy birthday to you. ताड़ी ने मार दे. अरे फूक दो. Happy birthday. എനിക്ക് ബർത്ത്ഡേക്ക് അങ്ങനെ മെഴുകുതിരി ഊതി കേക്ക് കട്ടിന്ന് എനിക്ക് അത്ര ഇഷ്ടമല്ല. കാര്യം അത് വല്ലാത്തൊരു സന്തോഷത്തൊക്കെ എടുത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഊതി കണക്കാറില്ലായിരുന്നു. ഈ ഇടയ്ക്ക് ഹിന്ദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും പഞ്ചാബിലുള്ളവരാണ്, 2 പേര് മാത്രമേ ഉള്ളൂ മലയാളികൾ. അപ്പോഴത്തേക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും അവരെന്നെ വിളിച്ചിട്ട് പറയുക, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, ഹിന്ദിയിൽ ചെയ്യാൻ. നല്ല സന്തോഷത്തിലായിരുന്നു. കാര്യം എനിക്ക് ബർത്ത്ഡേസിൽ ഒറ്റയ്ക്ക് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എൻ്റെ ഒരു ബർത്ത്ഡേ പോലും എനിക്ക് തോന്നുന്നത് അങ്ങനെ ആൾക്കാരുടെ സെലിബ്രേഷൻ ഇല്ലാതെ പോയിട്ടുള്ളത് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നെങ്കിലും ഞാൻ 2 പേരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നല്ലോ സ്റ്റെഫീം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരെ, എന്നാലും ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അവരെ 2 പേരെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ ഞാൻ യൂട്യൂബ് തുടങ്ങിയ ആദ്യ വീഡിയോ ഇവരെല്ലാവരുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇട്ടിരുന്നത്. അങ്ങനെ പിന്നെ ഈ കേക്കും കട്ടിങ്ങും എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എല്ലാവരും എനിക്ക് ഓരോരോ ഗിഫ്റ്റുകളൊക്കെ തന്നിരുന്നു. ഇത് വിപിൻ തന്നതാണ്. ഈ ഒരു ജാക്കറ്റ്, ഈ ഒരു അംബ്രല്ലയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാര്യം ഞാൻ ഇത് വാങ്ങാനായിട്ടിരിക്കുക, ഇനി സമ്മറല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ. Happy birthday dear Kirti. Happy birthday to